കട്ടപ്പനയിൽ ഇരട്ട കൊലപാതകം നടന്നെന്ന് സംശയിക്കുന്ന വീടിന്റെ തറ പൊളിച്ച് പരിശോധിക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നു. നിലവിൽ മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന നിതീഷിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ കനത്ത പോലീസ് സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. പോലീസിന് കാര്യമായ അങ്ങനെ ഒരു സംശയമുണ്ടോ? SKN പോലീസിന് കാര്യമായ സംശയമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന വീട്ടിൽ ഒരു മൃതദേഹമുണ്ട് എന്നുള്ളൊരു സംശയം പോലീസിന് സ്വാഭാവികമായിട്ടുമുണ്ട്. ഇതിൽ ഈ ഒരു സംശയത്തിലേക്ക് എത്തുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കഥയിലൂടെയാണ്. അതായത് രണ്ടുപേരെ മോഷണ ശ്രമത്തിനിടെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്നു. നിതീഷ്, വിഷ്ണു വിജയൻ എന്നിവരെ പോലീസിൽ ഏൽപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഈ വീട്ടിൽ പോലീസ് കട്ടപ്പന SIയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് വരുന്നു. അപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ വിഷ്ണു എന്ന് പറയുന്ന ആളുടെ സഹോദരിയെയും അമ്മയെയും വീട്ടിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു. പോലീസ് അവരെ മോചിപ്പിച്ച് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഈ വീട്ടിൽ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന അവർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു സംശയത്തിലേക്ക് പോകുന്നത്. 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്നും അതുപോലെ തന്നെ 7 മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷ്ണു വിജയൻ എന്ന് പറയുന്ന ആളുടെ അച്ഛനെ, പിതാവിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഉള്ളതാണ് ഏറ്റവും പ്രധാനമായും സംശയിക്കപ്പെടുന്നത്. ഈ വിജയൻ എന്ന് പറയുന്ന ആളെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ വീടിന്റെ തറയിൽ കുഴിച്ചിട്ടിട്ടുണ്ടാകാം എന്നുള്ള സംശയത്തിലേക്ക് തന്നെ പോലീസ് പോകുന്നുണ്ട്. കാരണം ഈ വീടിനകത്തൊരു മുറിയിൽ ഒരു മുറിയുടെ തറ കുത്തിപ്പൊളിച്ച് ഈ സമീപകാലത്ത് കോൺക്രീറ്റ് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ വീട് വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം സംഭവിച്ചിട്ടുള്ളതാണ് എന്ന് ഈ വീടിന്റെ ഉടമസ്ഥയും സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഈ വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന നിലയിൽ കണ്ടെത്തിയ ഈ 2 പേരും, അതായത് വിഷ്ണു വിജയന്റെ മാതാവും സഹോദരിയും അത്തരത്തിലൊരു സൂചനയും അത്തരത്തിലുള്ളൊരു കാര്യവും മൊഴിയായും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ വിഷ്ണു വിജയന്റെ കൂട്ടാളിയായിട്ടുള്ള നിതീഷാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുക എന്നുള്ളൊരു സംശയത്തിൽ തന്നെയാണ് പോലീസ് ഇരിക്കുന്നത്. മാത്രമല്ല, ഈ ന്റെ കൂട്ടാളി നിതീഷ് ഒരു പൂജാരിയാണ്. ഈ വീട്ടിൽ പൂജകളൊക്കെ നടത്തിയിരുന്നതിന്റെ ഒരു പശ്ചാത്തലം കൂടി, അല്ലെങ്കിൽ അത്തരം ഒരു കാഴ്ചകൾ കൂടി ഈ വീടിനകത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കൊലപാതകമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു സംഭവമാണോ ഇവിടെ നടന്നിരിക്കുന്നത്, അതായത് നരബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് പോകുമോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട്. കാരണം 2016 ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തുമ്പോഴുണ്ടായ കഥ എന്ന് പറയുന്നത്, ഈ വിഷ്ണു വിജയന്റെ സഹോദരിയുടെ കുട്ടിയാണ് കൊലപ്പെടുത്തിയത്. ആ കുട്ടിയെ ഗന്ധർവന് കൊടുക്കണമെന്ന് ഈ നിതീഷ് ആവശ്യപ്പെട്ടുവെന്നും അതിന്റെ ഭാഗമായിട്ട് പൂജ നടത്തി, ആ പൂജ നടക്കുന്നതിനിടയിൽ ആ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുമൊക്കെയുള്ള കഥകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെ ഒരു സംശയം മാത്രമായാണ് നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ മോഷണ കേസിൽ അറസ്റ്റിലായ നിതീഷും അതുപോലെ തന്നെ വിഷ്ണു വിജയനും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഈ വിഷ്ണുവിന്റെ കാലിന് വലിയ ഒടിവ് ഈ മോഷണ ശ്രമത്തിനിടെ സംഭവിച്ചു. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നിതീഷ് പീരുമേട് ജയിലിൽ റിമാൻഡിലുമാണ്. ഈ നിതീഷിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. രാവിലെ 9 മണിക്ക് പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുക്കും. അതിനുശേഷം ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ വീടിന്റെ തറ പൊളിച്ച് പരിശോധിക്കും എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.